ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. വയലിലെ ചെടിയൊന്നും അതുവരെ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല, വയലിലെ സസ്യമൊന്നും മുളച്ചിരുന്നില്ല. ദൈവം ഭൂമിയിൽ മഴ പെയ്ച്ചിരുന്നില്ല, മഴയും പെയ്ച്ചില്ല, നിലത്ത് വേല ചെയ്യാൻ മനുഷ്യനും ഉണ്ടായിരുന്നില്ല. അപ്പൊ നിലത്ത് അതിനെ ഒന്ന് തിരിച്ചു വായിച്ചു. നിലത്ത് വേല ചെയ്യാൻ മനുഷ്യനില്ലാഞ്ഞത് കൊണ്ട് മഴ പെയ്ച്ചില്ല, സസ്യമൊന്നും മുളച്ചില്ല, ചെടിയൊന്നും ഭൂമിയിലില്ല. അപ്പൊ മഴ പെയ്ച്ചില്ല. അതിന്റെ കാര്യം എന്താ? ഇതിനെ നോക്കി നടത്താൻ ആളില്ല എന്ന് തോന്നുന്നു. അപ്പൊ നോക്കി നടത്തുക എന്ന് പറയുന്നതാണ് നമ്മുടെ ജീവിതത്തെ നോക്കി നടത്തുക, നമ്മുടെ ആരോഗ്യത്തെ നോക്കി നടത്തുക. അതുകൊണ്ടാണ് അതിഭക്ഷണവും പാപത്തിന്റെ കൂട്ടത്തിലാണ്. അന്ത്യകാലത്ത് നിങ്ങൾ അതിഭക്ഷണം കൂടുതൽ ചുമ്മാ തിന്നുകൊണ്ടിരിക്കുക, അത് ഗ്ലട്ടണിയാണ്. സോ മാനേജിങ് അവർ ടൈം, മാനേജിങ് അവർ ഹെൽത്ത്, മാനേജിങ് അവർ മണി, ഇതെല്ലാം ദൈവം ദാനമായി തന്നത്. ദൈവം തന്ന വീട്, ദൈവം തന്ന വസ്തു, ദൈവം തന്ന എല്ലാം നന്നായി മാനേജ്. അതാ നിങ്ങൾ ചെയ്യുന്നതെല്ലാം. കൊലോസ്യർക്ക് ലേഖനം 3-ാം അധ്യായം ആ വാക്യം ഒന്ന് വായിച്ചു. 23-24 നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല മനസ്സോടെ ചെയ്യണം. അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരുമെന്ന് അറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിക്കുക, പ്രസാദിപ്പിക്കുക. ചെയ്യുന്നതെല്ലാം ആരാണ്ടു വേണ്ടിയല്ല, ഞാൻ ചെയ്യുന്നത് കർത്താവായ യേശു ക്രിസ്തു.